പ്രിയപ്പെട്ടവരെ നമസ്കാരം. +2 തുല്യതയുടെ ചരിത്രത്തിൻ്റെ ഒരു ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ സാംസ്കാരിക ബഹുത്വത്തിലേക്കുള്ള മുഗൾ ഭരണത്തിൻ്റെ സംഭാവനകൾ എന്തെല്ലാമാണ്? ഇന്ത്യൻ സാംസ്കാരിക രംഗത്ത് വലിയ പുരോഗതി അടയാളപ്പെടുത്തപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു മുഗൾ കാലഘട്ടം. ഇന്ത്യൻ സാംസ്കാരിക രംഗത്ത് വലിയ പുരോഗതി അടയാളപ്പെടുത്തപ്പെട്ട ഒരു കാലഘട്ടമാണ് മുഗൾ കാലഘട്ടം. സാംസ്കാരിക സമന്വയത്തിൻ്റെ കാലമായിരുന്നു അത്. ഇന്ത്യൻ സാംസ്കാരിക പാരമ്പര്യം തുർക്കി, ഇറാൻ സംസ്കാരവുമായി സമന്വയിച്ചിരുന്നു. ഇന്ത്യൻ സാംസ്കാരിക പാരമ്പര്യം തുർക്കി, ഇറാൻ സംസ്കാരവുമായി സമന്വയിച്ചിരുന്നു. വാസ്തുവിദ്യ, പെയിൻറ്റിങ്ങുകൾ, ഭാഷ, സാഹിത്യം, സംഗീതം, ആചാരങ്ങൾ, പെരുമാറ്റം എന്നിവയെല്ലാം ഈ സമന്വയം കാണാം. വാസ്തുവിദ്യ, പെയിൻറ്റിങ്ങുകൾ, ഭാഷ, സാഹിത്യം, സംഗീതം, ആചാരം, പെരുമാറ്റങ്ങൾ എന്നിവയിൽ മുഗൾ ഭരണാധികാരികൾ നിരവധി കോട്ടകൾ, കൊട്ടാരങ്ങൾ, കവാടങ്ങൾ, മസ്ജിദുകൾ, ജലസംഭരണികൾ, പൂന്തോട്ടങ്ങൾ തുടങ്ങിയവ നിർമ്മിച്ചു. മുഗൾ ഭരണാധികാരികൾ നിരവധി കോട്ടകൾ, കൊട്ടാരങ്ങൾ, കവാടങ്ങൾ, മസ്ജിദുകൾ, ജലസംഭരണികൾ, പൂന്തോട്ടങ്ങൾ എന്നിവ നിർമ്മിച്ചു. അക്ബറിൻ്റെ കാലത്ത് നിർമ്മിച്ച ആഗ്ര കോട്ട അതിൽ ഒന്നാണ്. മുഗളന്മാരുടെ ആദ്യകാല തലസ്ഥാന നഗരമായിരുന്നു ആഗ്ര. ജോധ്പൂർ, ഗ്വാളിയോർ തുടങ്ങിയ പ്രാദേശിക കോട്ടകളുടെ വാസ്തുവിദ്യാ സവിശേഷതകൾ മുഗൾ കാലഘട്ടത്തിൽ നിർമ്മിച്ച കോട്ടകളിൽ കാണാവുന്നതാണ്. ബംഗാളിലെയും ഗുജറാത്തിലെയും പ്രാദേശിക വാസ്തുവിദ്യാ ശൈലികൾ അക്ബറിൻ്റെ പുതിയ തലസ്ഥാന നഗരമായ ഫത്തേപൂർ സിക്രിയിൽ നിർമ്മിച്ച കെട്ടിടങ്ങളിലും പ്രകടമാണ്. അക്ബറിൻ്റെ പുതിയ തലസ്ഥാനമായിരുന്നു ഫത്തേപൂർ സിക്രി. അവിടുത്തെ കെട്ടിടങ്ങളിൽ ബംഗാളിലെയും ഗുജറാത്തിലെയും പ്രാദേശിക വാസ്തുവിദ്യാ ശൈലികൾ കാണാമായിരുന്നു. അക്ബർ തൻ്റെ രജപുത്ര ഭാര്യമാർക്കായി ഗുജറാത്തി ശൈലിയിൽ കൊട്ടാരങ്ങളും പണിതിരുന്നു. അക്ബർ ഗുജറാത്ത് കീഴടക്കിയതിൻ്റെ സ്മരണാർത്ഥം നിർമ്മിച്ച ബുലന്ദ് ദർവാസയാണ് ഫത്തേപൂർ സിക്രിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിർമ്മിതി. ബുലന്ദ് ദർവാസയാണ് ഫത്തേപൂർ സിക്രിയിലെ ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങളിൽ ഒന്ന്. ഷാജഹാൻ്റെ കാലത്ത് തലസ്ഥാനം ഷാജഹാനാബാദിലേക്ക് മാറ്റി. ചെങ്കോട്ട, ജുമാ മസ്ജിദ്, താജ്മഹൽ തുടങ്ങിയവ ഈ കാലഘട്ടത്തെ ശ്രദ്ധേയമായ നിർമ്മിതികളാണ്. മുഗൾ പെയിൻറ്റിംഗ് ഇന്ത്യൻ പേർഷ്യൻ ശൈലികളുടെ മനോഹരമായ സമന്വയമായിരുന്നു. മുഗൾ പെയിൻറ്റിംഗ് ഇന്ത്യൻ പേർഷ്യൻ ശൈലികളുടെ മനോഹരമായ സമന്വയമാണ്. അവ സാധാരണമായി ചെറുതാണ്. അവയെ മിനിയേച്ചർ പെയിൻറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. സാധാരണമായി ചെറുതാണ്. ഇവയ്ക്ക് വിളിക്കുന്ന പേര് മിനിയേച്ചർ പെയിൻറ്റുകൾ എന്നാണ്. അറബി, പേർഷ്യൻ ഭാഷകളിൽ നിന്നുള്ള പ്രയോഗങ്ങളും വാക്കുകളും വിവിധ ഇന്ത്യൻ ഭാഷകളെ സമ്പന്നമാക്കി. വടക്കേ ഇന്ത്യയിലെ ഹിന്ദിയുമായി പേർഷ്യൻ ഭാഷയുടെ ഇടപെടൽ മൂലം ഉറുദു എന്നൊരു പുതിയ ഭാഷയ്ക്ക് രൂപമുണ്ടായി. അപ്പോൾ ഉറുദുവിൻ്റെ ജന്മത്തിന് കാരണം ഹിന്ദി, പേർഷ്യൻ ഭാഷകളുടെ സമന്വയമായിരുന്നു. പേർഷ്യൻ കവിത അതിൻ്റെ ഉന്നതിയിലെത്തിയത് മുഗൾ കാലഘട്ടത്തിലാണ്. അബുൽ ഫസലിൻ്റെ സഹോദരൻ അബുൽ ഫൈസി ഈ കാലഘട്ടത്തിലെ അറിയപ്പെടുന്ന ഒരു കവിയായിരുന്നു. മഹാഭാരതം, രാമായണം തുടങ്ങിയ നിരവധി ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. മഹാഭാരതം റാസാനാമ, യുദ്ധത്തിൻ്റെ പുസ്തകം എന്ന പേരിലാണ് വിവർത്തനം ചെയ്യപ്പെട്ടത്. മഹാഭാരതം റാസാനാമ, യുദ്ധത്തിൻ്റെ പുസ്തകം എന്ന പേരിൽ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ മഹാത്മാഗാന്ധി വഹിച്ച പങ്ക് വിവരിക്കുക. ദേശീയതയുടെ ചരിത്രത്തിൽ മിക്കപ്പോഴും ഒരൊറ്റ വ്യക്തിയെ ഒരു രാജ്യത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെടുത്തി കാണാറുണ്ട്. അത്തരത്തിൽ വരുന്ന ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 1915 ഇന്ത്യയിലേക്ക് ഗാന്ധിജി എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല സമരങ്ങൾ ചമ്പാരൻ സത്യാഗ്രഹം, ഖേദ സത്യാഗ്രഹം, അഹമ്മദാബാദ് തുണിമിൽ സമരം എന്നിവയായിരുന്നു.
ചമ്പാരൻ സത്യാഗ്രഹം 1917 ബീഹാറിലാണ് നടന്നത്. നീലം കർഷകരുടെ സമരമായിരുന്നു അത്. ഖേദ സത്യാഗ്രഹം 1918 ഗുജറാത്തിൽ നടന്നതാണ്. കർഷക സമരമായിരുന്നു. അഹമ്മദാബാദ് തുണിമിൽ സമരം 1918 ഗുജറാത്തിൽ നടന്നു. തൊഴിലാളി സമരമായിരുന്നു. ഗാന്ധിജിയുടെ ആദ്യകാല 3 സമരങ്ങളും വൻ വിജയമാവുകയും ജനകീയ ശ്രദ്ധ നേടുകയും ചെയ്തു. നിസ്സഹകരണ പ്രസ്ഥാനം നോക്കാം. ഗാന്ധിജിയുടെ ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. റൗലറ്റ് സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജിയെ ഒരു ദേശീയ നേതാവാക്കി മാറ്റുന്നത്. ആ വിജയത്തിൽ നിന്ന് ഊർജം കൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തോട് ഒരു നിസ്സഹകരണത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. കോളനി വാഴ്ചയുടെ അന്ത്യം ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർ സ്കൂളുകളും കോളേജുകളും കോടതികളും ബഹിഷ്കരിക്കണമെന്നും നികുതി നൽകാതിരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ വിജയത്തിന് വേണ്ടി സ്കൂളുകൾ, കോളേജുകൾ, കോടതികൾ എന്നിവ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക എന്നിങ്ങനെ ഗാന്ധിജി പറഞ്ഞു. നിസ്സഹകരണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ 1 വർഷത്തിനുള്ളിൽ സ്വയം ഭരണം നേടുമെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഈ പ്രക്ഷോഭം കൂടുതൽ ശക്തമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖലീഫ ഭരണവ്യവസ്ഥ പുനഃസ്ഥാപിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഖിലാഫത്ത് പ്രസ്ഥാനവുമായി അദ്ദേഹം കൈകോർത്തത്. അലി സഹോദരന്മാരായിരുന്നു ഇന്ത്യൻ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ. അലി സഹോദരന്മാരാണ് ഇന്ത്യൻ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ തങ്ങളുടെ ഖലീഫയായി കണക്കാക്കിയത് തുർക്കിയിലെ സുൽത്താനെയായിരുന്നു. 1-ാം ലോക മഹായുദ്ധത്തിനു ശേഷം ബ്രിട്ടീഷുകാർ ഖലീഫയോട് പുലർത്തിയ തെറ്റായ സമീപനമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഈ 2 പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു ചേർന്ന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അവസാനമാകുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിലുടനീളം വ്യാപിച്ചു. ദേശീയ സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കുക, തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് ഇതിൻ്റെ ഭാഗമായിരുന്നു. ദേശീയ സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കുക, തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കുക. ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട് വരുന്നത് ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള ഗവൺമെൻറ് സ്കൂളുകളും കോടതികളും ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നിവയായിരുന്നു. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. പഞ്ചാബ് പ്രശ്നം പരിഹരിക്കുക, സ്വരാജ് നേടുക, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പരിഹാരം കാണുക എന്നിവയായിരുന്നു നാഗ്പൂർ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങൾ. 1922 ചൗരി ചൗര സംഭവത്തോടു കൂടിയാണ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്നത്. 1922 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ ജനങ്ങളും പോലീസും ഏറ്റുമുട്ടി. തുടർന്ന് രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടു. ഇതിൽ 22 പോലീസുകാർ മരണപ്പെട്ടു. ഇതിനെയാണ് ചൗരി ചൗര സംഭവമെന്ന് വിളിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ബഹുജന പ്രക്ഷോഭമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. 1929 ലാഹോർ കോൺഗ്രസിന് അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതിലെ ചില തീരുമാനങ്ങൾ ഇങ്ങനെയായിരുന്നു: പൂർണ്ണ സ്വരാജ്, നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുക. നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുക. ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ തീരുമാനിക്കുന്നു. ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിക്കുന്നു. നിയമലംഘന പ്രസ്ഥാനം എന്താണെന്ന് നോക്കാം. ഗാന്ധിജിയും അനുയായികളും സബർമതിയിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് 78 അനുയായികളുമായി യാത്ര തിരിച്ചു. 78 അനുയായികളുമായി സബർമതിയിൽ നിന്ന് യാത്ര തിരിച്ച് ദണ്ഡി കടപ്പുറത്തെത്തി ഉപ്പ് നിയമിച്ചുകൊണ്ട് ഉപ്പ് നിയമത്തെ ലംഘിച്ചു. ഇതാണ് ദണ്ഡി യാത്ര എന്ന് അറിയപ്പെടുന്നത്. സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം അതിവേഗം നാടാകെ വ്യാപിച്ചു. സ്ത്രീകൾ, കർഷകർ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, അഭിഭാഷകർ തുടങ്ങിയ വിവിധ തലങ്ങളിലുള്ള ജനവിഭാഗങ്ങൾ സമരത്തിൽ പങ്കുചേരുകയുണ്ടായി. നിയമ ലംഘനം, നികുതി നിഷേധം, മദ്യഷാപ്പുകൾ പിക്കറ്റ് ചെയ്യൽ, ഹർത്താലുകൾ തുടങ്ങിയവ രാജ്യത്തെ ഇളക്കിമറിച്ചു. നിയമലംഘനം, നികുതി നിഷേധം, മദ്യഷാപ്പുകൾ പിക്കറ്റ് ചെയ്യൽ, ഹർത്താലുകൾ തുടങ്ങിയവ രാജ്യത്തെ ഇളക്കിമറിച്ചു.
സിവിൽ നിയമലംഘനത്തെ അടിച്ചമർത്താനാണ് ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്. കോൺഗ്രസിനെ നിരോധിച്ചു. ഗാന്ധിജി ഉൾപ്പെടെയുള്ള അനേകം നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തു. 1931 മാർച്ചിൽ ഇർവിൻ കരാറിനെ തുടർന്ന് സിവിൽ നിയമലംഘനം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ക്രിപ്സ് ദൗത്യത്തിൻ്റെ പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ആരംഭിച്ച സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ക്രിപ്സ് ദൗത്യത്തിൻ്റെ പരാജയത്തെ തുടർന്നാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നടക്കുന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനമായി പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. 1942 ബോംബെ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത്. ഗാന്ധിജി ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളെയെല്ലാം അറസ്റ്റ് ചെയ്യുകയുണ്ടായി. തുടർന്ന് രണ്ടാം നിരയിലെ നേതാക്കളാണ് നേതൃത്വം നൽകിയത്. ഓഗസ്റ്റ് 9 സമരം ആരംഭിക്കുന്നത്. 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. ഗാന്ധിജി അതുപോലെ തന്നെ പ്രമുഖരായ മറ്റ് നേതാക്കളെയും അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഈ സമരം നാഥനില്ലാത്ത സമരമായി മാറുകയുണ്ടായി. ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെക്കുറിച്ചും നേതാക്കന്മാരുടെ അറസ്റ്റിനെക്കുറിച്ചും കേട്ടറിഞ്ഞ ജനങ്ങൾ സമരത്തിലേക്ക് ഓടിയെത്തുന്നുണ്ട്. യുവജനങ്ങൾ സമരരംഗത്ത് എടുത്തുചാടി എല്ലാ ഭാഗങ്ങളിലും പ്രതിഷേധങ്ങളും പണിമുടക്കുകളും അരങ്ങേറി. ബ്രിട്ടീഷ് അധികാരത്തിൻ്റെ ചിഹ്നങ്ങളായി ജനങ്ങൾ കരുതിയിരുന്ന പോലീസ് സ്റ്റേഷനുകൾ, പോസ്റ്റ് ഓഫീസുകൾ, റെയിൽ പാതകൾ, പാലങ്ങൾ തുടങ്ങിയവയെ ആക്രമിക്കുകയും തകർക്കുകയും ചെയ്തു. ക്വിറ്റ് ഇന്ത്യ സമരത്തെ അടിച്ചമർത്താൻ ലാത്തിച്ചാർജ്, വെടിവെപ്പ്, അറസ്റ്റുകൾ, മർദ്ദനം, തടവിലടയ്ക്കൽ, പീഡനം തുടങ്ങി എല്ലാ മാർഗങ്ങളും ഗവൺമെൻറ് ഉപയോഗിച്ചു. ഒരു വർഷത്തെ പ്രയത്നത്തിലൊടുവിലാണ് ബ്രിട്ടീഷുകാർക്ക് ഈ സമരത്തെ അടിച്ചമർത്താൻ കഴിഞ്ഞത്. ഫ്രാങ്കോയിസ് ബർണിയർ തൻ്റെ കൃതിയിൽ ഇന്ത്യയെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? ഫ്രഞ്ചുകാരനായിരുന്ന ഫ്രാങ്കോയിസ് ബർണിയർ ഒരു ഡോക്ടറും രാഷ്ട്രീയ തത്വചിന്തകനും ചിത്രകാരനുമായിരുന്നു. ഫ്രഞ്ചുകാരനായിരുന്നു ഫ്രാങ്കോയിസ് ബർണിയർ. ഡോക്ടർ, രാഷ്ട്രീയ തത്വചിന്തകൻ, ചിത്രകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. 1656 മുതൽ 1668 വരെയുള്ള 12 വർഷങ്ങളാണ് അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഷാജഹാൻ ചക്രവർത്തിയുടെ മൂത്ത പുത്രനായ ദാരുഷ്കോ രാജകുമാരൻ്റെ ഡോക്ടർ എന്ന നിലയിലാണ് ഇദ്ദേഹം മുഗൾ കൊട്ടാരവുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത്. ബർണിയർ ഇന്ത്യയെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിൽ കണ്ട കാര്യങ്ങളെ യൂറോപ്യൻ സാഹചര്യങ്ങളുമായി നിരന്തരം താരതമ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വിവരണങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ കാര്യങ്ങളെ യൂറോപ്യൻ സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ വരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ ഫ്രഞ്ച് രാജാവായ ലൂയി 14 അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. ബർണിയറുടെ ഗ്രന്ഥമായ ട്രാവൽസ് ഇൻ മുഗൾ എംപയർ, വിശദമായ നിരീക്ഷണങ്ങൾ, വിമർശനാത്മകമായ ഉൾക്കാഴ്ച, പുനരാലോചന എന്നിവ കൊണ്ട് ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് ട്രാവൽ ഇൻ ദ മുഗൾ എംപയർ എന്നതാണ്. ഇതിൽ വിമർശനാത്മകമായ ഉൾക്കാഴ്ചയും വിശദമായ നിരീക്ഷണങ്ങളും പുനരാലോചനയുമുണ്ട്. മുഗളരുടെ ചരിത്രത്തെ ഒരു സാർവലൗകിക ചട്ടക്കൂടിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ബർണിയറുടെ അഭിപ്രായത്തിൽ മുഗൾ ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളിൽ ഒന്ന് മുഗൾ ഇന്ത്യയിൽ ഭൂമിയുടെ സ്വകാര്യ സ്വത്തവകാശം ഇല്ല എന്നതാണ്. മുഗൾ ഇന്ത്യയിൽ ഭൂമിയുടെ സ്വകാര്യ സ്വത്തവകാശം ഇല്ല എന്നതാണ്. ഭൂമിയുടെ മേലുള്ള രാജാവിൻ്റെ ഉടമസ്ഥാവകാശം രാഷ്ട്രത്തിനും ജനങ്ങൾക്കും ഹാനികരമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഭൂമിയുടെ മേലുള്ള രാജാവിൻ്റെ ഉടമസ്ഥാവകാശം രാഷ്ട്രത്തിനും ജനങ്ങൾക്കും ഹാനികരമാണ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. ഭൂമിയുടെ മുകളിലുള്ള രാജകീയ ഉടമസ്ഥതയെ അദ്ദേഹം എതിർക്കുന്നത് താഴെ പറയുന്ന കാരണങ്ങൾ കൊണ്ടായിരുന്നു. ഭൂ ഉടമകൾക്ക് അവരുടെ കൈവശമുള്ള ഭൂമി അവരുടെ മക്കൾക്ക് കൈമാറാൻ കഴിയുന്നില്ല. ഭൂ ഉടമകൾക്ക് അവരുടെ കൈവശമുള്ള ഭൂമി അവരുടെ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഭൂമിയെ പരിപാലിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും യാതൊരുവിധ താൽപ്പര്യവും പ്രകടിപ്പിച്ചിട്ടില്ല. ഇത് കൃഷിയുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. കുലീനരായ
ഭരണവർഗത്തിൻ്റേതൊഴികെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ജീവിത നിലവാരത്തെ അത് തകർത്തു. ബർണിയർക്ക് മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് ഒട്ടും മതിപ്പുണ്ടായിരുന്നില്ല. അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തെ വിലയിരുത്തുന്നത് ഇപ്രകാരമായിരുന്നു. മുഗൾ രാജാവ് ഭിക്ഷാടകരുടെയും അപരിഷ്കൃതരുടെയും രാജാവായിരുന്നു. മുഗൾ രാജാവ് ഭിക്ഷാടകരുടെയും അതുപോലെ തന്നെ അപരിഷ്കൃതരുടെയും രാജാവായിരുന്നു. മുഗൾ നഗരങ്ങളും പട്ടണങ്ങളും തകർന്നടിഞ്ഞതും ദുഷിച്ച വായുവിൻ മലീമസവുമായിരുന്നു. അപ്പം മുഗൾ നഗരങ്ങളും പട്ടണങ്ങളും തകർന്നടിഞ്ഞവയാണ്, ദുഷിച്ച വായു കൊണ്ട് മലിനമായതുമായിരുന്നു. രാജ്യത്തെ പാടങ്ങൾ കുറ്റിക്കാടുകളും രോഗകാരികളായ ചതുപ്പുകളും നിറഞ്ഞതാണ്. രാജ്യത്തെ പാടങ്ങൾ കുറ്റിക്കാടുകളാണ്, അതുപോലെ രോഗകാരികളായിട്ടുള്ള ചതുപ്പുകളും നിറഞ്ഞതാണ്. ബർണിയറുടെ വിവരണങ്ങൾ 18-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ പാശ്ചാത്യ സൈദ്ധാന്തികരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് തത്വചിന്തകനായിരുന്ന മൊണ്ടസ്ക്യൂ ബർണിയറുടെ വിവരണങ്ങൾ പൗരസ്ത്യ സ്വേച്ഛാധിപത്യം എന്ന ആശയം വികസിപ്പിക്കുന്നതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മൊണ്ടസ്ക്യൂ തൻ്റെ പൗരസ്ത്യ സ്വേച്ഛാധിപത്യം എന്ന ആശയം വികസിപ്പിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നു. ഏഷ്യയിലെ ഭരണാധികാരികൾക്ക് അവരുടെ പ്രജകളുടെ മേൽ സമ്പൂർണ്ണമായ അധികാരമുണ്ടായിരുന്നുവെന്ന് ഈ സിദ്ധാന്തം വാദിക്കുന്നു. ഏഷ്യയിലെ ഭരണാധികാരികൾക്ക് അവരുടെ പ്രജകളുടെ മേൽ സമ്പൂർണ്ണ അധികാരമുണ്ടായിരുന്നു എന്നാണ് ഈ സിദ്ധാന്തത്തിൽ പറയുന്നത്. എല്ലാ ഭൂമിയും രാജാവിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു. സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നില്ല. ചക്രവർത്തിയും പ്രഭുക്കന്മാരും ഒഴികെയുള്ള മറ്റെല്ലാവരും വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. ചക്രവർത്തിയും പ്രഭുക്കന്മാരും ഒഴികെ മറ്റുള്ള എല്ലാവരും വളരെ കഷ്ടപ്പെട്ടാണ് അന്ന് ജീവിച്ചിരുന്നത്. ഈ ആശയത്തെ 19-ാം നൂറ്റാണ്ടിൽ കാറൽ മാർക്സ് വികസിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം വികസിപ്പിച്ചെടുത്ത സങ്കല്പത്തെ ഏഷ്യാറ്റിക് ഉൽപാദന രീതി എന്നാണ്, ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഏഷ്യാറ്റിക് ഉൽപാദന രീതി എന്ന് വിളിക്കുന്നു. ബർണിയർ തൻ്റെ വിവരണത്തിൽ ഇന്ത്യ യൂറോപ്പിൻ്റെ നേർവിപരീതമാണ് എന്നാണ് പറയുന്നത്. യൂറോപ്പിൻ്റെ മികവിന് പ്രാധാന്യം നൽകിയ അദ്ദേഹം തൻ്റെ രചനയിൽ ഇന്ത്യയെ ഇകഴ്ത്തിക്കാട്ടാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഇന്ത്യ പാശ്ചാത്യ ലോകത്തേക്കാൾ താഴ്ന്നതാണെന്ന തോന്നൽ അദ്ദേഹം സൃഷ്ടിക്കുകയുണ്ടായി. ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം പ്രതീക്ഷിക്കും.